മലക്കുകളുടെ മുമ്പിൽ ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പടക്കുകയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചിട്ട് അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്. അല്ലാഹു തആല ആ മലക്കുകളോട് പറയുന്നു, ഉസ്ജുദൂ ലി ആദം, നിങ്ങൾ ആദമിന് ആദരവായി സുജൂദ് അർപ്പിക്കണമെന്ന് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. ആദമിനെ അംഗീകരിച്ചും ആദരിച്ചും നിങ്ങൾ ആദമിന്റെ മുമ്പിൽ ഒരു സുജൂദ് നൽകണം എന്ന് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ആ മലക്കുകൾ ഒന്നടങ്കം സുജൂദിൽ വീഴുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പനക്ക് അവർ വിധേയപ്പെടുകയാണ്. പക്ഷേ ആ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു മലക്കുകൾക്കിടയിൽ പോലും വലിയ ഗുരുവര്യന്റെ പവർ നൽകി ആദരിച്ച ഇബ്ലീസ്, ആ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. ആ ഇബ്ലീസ് ആദം അലൈഹിസ്സലാമിനെ ആദരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കാൻ തയ്യാറാകാതെ ഇബ്ലീസ് മാറി നിന്നപ്പോൾ അല്ലാഹു തആല ചോദിച്ചു, മാ മനഅക അല്ലാ തസ്ജുദ ഇല്ലാ ഇത് അമറതുക, നിന്നോട് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നീ സുജൂദ് ചെയ്യാതെ മാറി നിന്നത്? ഞാൻ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവരൊക്കെ സുജൂദ് ചെയ്തു, നീ എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല എന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇബ്ലീസിനോട് ചോദ്യം വരാൻ. പക്ഷേ ഒരു കാര്യം അവിടെ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ട് ആദമിന് സുജൂദ് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ ആ സുജൂദ് ചെയ്യാത്തത് ഞാൻ നിനക്ക് ആരാധിക്കുന്ന ആരാധന മറ്റൊരാൾക്ക് നൽകുന്നത് ശിർക്കല്ലേ? ഞാൻ ആ ആദമിന് സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് പകരം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൂടെ ആദമിനെ കൂടി ദിവ്യത്വം നൽകുന്നത് വരില്ലേ എന്ന ചോദ്യം ഇബ്ലീസും ചോദിച്ചിട്ടില്ല. കാരണം നമ്മുടെ നാടുകളിലെ വിധേയികൾക്കറിയാത്ത ആ കാര്യം ഇബ്ലീസിന് പോലും അറിയാം. ഇബ്ലീസും അത് പറഞ്ഞില്ല. എന്താ കാരണം? തൗഹീദിന്റെ ആണിക്കല്ല് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ് പറഞ്ഞതനുസരിക്കലാണ്. തൗഹീദിന്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിർദ്ദേശം മാനിക്കലാണ്. അതിൽ മറ്റു യുക്തികൾക്ക് പ്രാധാന്യമില്ല. അതുകൊണ്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അവിടെ ഒരു സുജൂദ് ചെയ്യുന്നത് അള്ളാഹുവിന് നൽകേണ്ട ആരാധന മറ്റൊരാൾക്ക് നൽകലാണ് എന്ന ന്യായീകരണം ഇബ്ലീസ് പറഞ്ഞിട്ടില്ല. അതാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞില്ലേ, ഹജറുൽ അസ്വദിന് മുമ്പിൽ വെച്ചുകൊണ്ട്, ഹജർ നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, പക്ഷേ ആ കല്ലിനെ എന്റെ റസൂലുള്ള ബഹുമാനിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കല്ലിന് എന്റെ റസൂലുള്ള ബഹുമാനം കൊടുത്തത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കല്ലിനെ ചുംബിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ആ കല്ലിനെ ബഹുമാനിക്കുന്നതെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ച തൗഹീദ്, അല്ലാഹു തആല എന്തു കൽപ്പിച്ചോ അത് അങ്ങനെ തന്നെ മനസ്സാവാചാ സ്വീകരിക്കലാണ് തൗഹീദ്. അതിനാണ് അല്ലാഹുവിനെ അള്ളയായി അംഗീകരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങൾക്ക്, ദിവസങ്ങൾക്ക്, സ്ഥലങ്ങൾക്ക്, കല്ലുകൾക്ക്, കെട്ടിടങ്ങൾക്ക് എല്ലാം പവർ കൊടുത്തതായി സഹോദരന്മാരെ നമുക്ക് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. അതിലൊന്നാണ് പരിശുദ്ധമായ ഹജറുൽ അസ്വദ്. ആ ഹജറുൽ അസ്വദിനെ വിശ്വാസികൾ ചുംബിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നതിലുള്ള വിശ്വാസപരമായ നിലപാട് അല്ലാഹു ആ കല്ലിനെ ആദരിക്കാൻ കൽപ്പിച്ചു എന്നതാണ്. ആ കല്ലിനെ ആദരിക്കാൻ റസൂലുള്ള പഠിപ്പിച്ചു എന്നതാണ്. ആ വിശ്വാസപരമായ വിധേയപ്പെടലാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. ഇങ്ങനെ ഒരുപാടുണ്ട്. പരിശുദ്ധമായ കഅബാലയം അതൊരു കെട്ടിടമാണ്. ആ കെട്ടിടത്തെ നമ്മൾ ആദരിക്കുകയാണ്. ആ ആദരിക്കുന്നത് അല്ലാഹു തആല കൽപ്പിച്ചതുകൊണ്ടാണ്. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് 5 സമയങ്ങളിൽ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഒരു വിശ്വാസി റബ്ബിന്റെ മുമ്പിൽ സുജൂദ് അർപ്പിക്കാൻ പോയാൽ, ഒരു വിശ്വാസി അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ ഒരുങ്ങിയാൽ, അവന്റെ നെറ്റിത്തടം അവൻ വെക്കുമ്പോൾ, അവന്റെ നെഞ്ചകം റബ്ബിന് വേണ്ടി അവൻ തിരിച്ചു വെക്കുമ്പോൾ, ആ നെഞ്ചിനെ അവൻ തിരിച്ചു വെക്കേണ്ടത് പരിശുദ്ധമായ കഅബാലയത്തിലേക്കാണ്. അതാണ് മുമ്പ് ഒരു ചങ്ങാതി, ഒരു മുസ്ലിം നാമധാരിയായ അമുസ്ലിമിനെ കെട്ടി മുസ്ലിം വിരുദ്ധ പാർട്ടികളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ചങ്ങാതി കാലങ്ങളോളം ഇസ്ലാമിന്റെ ടൈറ്റിലും അഡ്രസ്സും ഉപയോഗിച്ച് മതത്തിനകത്ത് ഫസാദ് ഉണ്ടാക്കാൻ ശ്രമിച്ചു ഫലിക്കാതെ അവസാനം പച്ചക്ക് മതം തള്ളിപ്പറഞ്ഞു പുറത്തു പോയപ്പോൾ ആ ചങ്ങാതി പറഞ്ഞ ഒരു കാരണം, മക്കത്ത് പോയാൽ ഗുരുവായൂരിൽ പോയാൽ കാണുന്നത് തന്നെയാണ് കാണാനുള്ളത് എന്നാണ്. ഗുരുവായൂരിൽ കല്ലുകളെയും കെട്ടിടങ്ങളെയും ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും പ്രദക്ഷിണം ചെയ്യുന്നതുമൊക്കെയാണ് കാണാൻ കഴിയുന്നതെങ്കിൽ ഇത് തന്നെയാണ് മക്കത്ത് പോയാലും കാണാൻ കഴിയുന്നത് എന്നാണ് ആ ചങ്ങാതി ഇസ്ലാം വിട്ടുകൊണ്ട് പിന്നീട് വിളിച്ചു പറഞ്ഞത്. യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, എന്തുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്നതിന് വ്യത്യസ്തമാണ് വിശുദ്ധമായ കഅബാലയത്തിലുള്ളത് എന്ന് പറയുന്നത് നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവിടെ നമുക്ക് ശിർക്കായി പരിഗണിക്കുന്നത് ഇവിടെ നമുക്ക് എന്തുകൊണ്ട് തൗഹീദായി വരുന്നു? അല്ലാഹ് കൽപ്പിച്ചതനുസരിക്കലാണ്. അവിടെ അല്ലാഹു തആല അത്തരം ആദരവുകൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹ് കൽപ്പിക്കാത്തിടത്ത് അത്തരം ആദരവുകൾ കൊടുക്കുന്നത് അതാ അല്ലാഹുവിന് സമാന്തരമായ ദിവ്യത്വത്തിന്റെ പേരിലാണ്, അല്ലെങ്കിൽ അല്ലാഹുവിന് അനുസരണക്കേട് കാണിക്കും വിധമാണ്. എന്നാൽ വിശുദ്ധമായ കഅബാലയത്തിലേക്ക് നമ്മൾ 5 സമയങ്ങളിൽ നിർബന്ധമായി തിരിഞ്ഞു നിൽക്കുന്നത്, ഐച്ഛികമായ മറ്റു ആരാധനകളിൽ, നിസ്കാരങ്ങളിൽ ആ കഅബാലയത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നത് സഹോദരന്മാരെ അല്ലാഹുവിന്റെ കൽപ്പനക്ക് വിധേയപ്പെടലാണ്. ആ കെട്ടിടത്തിന് അല്ലാഹു തആല ബഹുമാനം കൊടുക്കുകയാണ്. അതുകൊണ്ട് ആ കെട്ടിടത്തെ ബഹുമാനിക്കുക എന്നത് തൗഹീദാണ്. ഇതുപോലെ സുഹൃത്തുക്കളെ, അല്ലാഹു തആല പറയുകയാണ്, ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫാ മർവ കുന്നുകൾ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ്, അത് അല്ലാഹുവിന്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് ഒരു സത്യവിശ്വാസിക്ക് സാധിക്കുമെങ്കിൽ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ആ സഫാ മർവ കുന്നുകൾക്കിടയിൽ 7 പ്രാവശ്യമെങ്കിലും ഹാജറ ബീവിയുടെ വിശുദ്ധമായ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ ആ മനുഷ്യൻ, ആ വിശ്വാസിയും ഒന്നോടേണ്ടതാണ്, അല്ലെങ്കിൽ നടക്കേണ്ടതാണ്. സഹോദരന്മാരെ, ഇത് ആ സ്ഥലം
സ്ഥലത്തിന് അല്ലാഹു കൊടുത്ത ബഹുമാനമാണ്. ആ ബഹുമാനം ഹാജറ ബീവിയോടുള്ള ആദരവ് കൂടിയാണ്. ഇതുപോലെ അല്ലാഹുവിന്റെ കൽപ്പന വീണ്ടും വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. നിങ്ങൾ വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോയാൽ, നിങ്ങൾ വിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ പോയാൽ, ആ പരിശുദ്ധമായ കഅബാലയം പ്രദക്ഷിണം ചെയ്യുന്ന ഒരു സത്യവിശ്വാസിക്ക് അല്ലാഹു കൊടുക്കുന്ന കൽപ്പനയാണ് വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. 5 സമയങ്ങളിൽ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ച ഒരു സത്യവിശ്വാസി ഹജ്ജ് കർമ്മത്തിനോ ഉംറക്കോ വേണ്ടി വിശുദ്ധമായ ഹറമിലെത്തിയാൽ ആ കഅബാലയത്തിന്റെ നേർക്കുനേരെ നിൽക്കുന്ന വിശ്വാസിയോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ് വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. അവിടെ ഒരു ഇബ്രാഹിം മഖാമുണ്ട്. ആ ഇബ്രാഹിം മഖാമിലുള്ളത് ഇബ്രാഹിം നബിയുടെ പൂർണ്ണമായ ശരീരമല്ല, ആ ഖലീലുള്ളാഹിയുടെ പരിശുദ്ധമായ കാൽപാദം പതിഞ്ഞ ഒരു കല്ലിനെ ഗ്ലാസിന്റെ ഉള്ളിലാക്കി വെച്ചിട്ട് ആദരവോടെ അതിനെ അവിടെ സംരക്ഷിക്കുകയാണ്. ആ കല്ലിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്. അവിടെ കല്ലിനെയാണ് ബഹുമാനിക്കുന്നത്, അപ്പുറത്ത് കുന്നിനെയാണ് ബഹുമാനിക്കുന്നത്, തൊട്ടപ്പുറത്ത് കെട്ടിടത്തെയാണ് ബഹുമാനിക്കുന്നത്. സുഹൃത്തുക്കളെ, കുറച്ചങ്ങോട്ട് പോയാൽ അവിടെയുള്ളത് സംസം വെള്ളമാണ്. മാഉ സംസം ലിമാ ശുരിബ ലഹു ഖാല റസൂലുള്ളാഹി. കുറച്ചപ്പുറത്തുള്ളത് സംസം വെള്ളമാണ്. ആ സംസം വെള്ളത്തിൽ എന്താണുള്ളത്? ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള ബഹുമാനമാണ്. ആ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കാല് പതിഞ്ഞിടത്ത് നിന്ന് പുറപ്പെട്ട ഉറവകളാണ്. ആ വെള്ളം ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ബഹുമാനിക്കുകയാണ്. അല്ലാഹ് ആദരിച്ചതിനെ ആദരിക്കലാണ് ഈമാൻ. അല്ലാഹു നിസ്സാരപ്പെടുത്തിയതിനെ നിസ്സാരപ്പെടുത്തലാണ് ഈമാൻ. ഇതുപോലെ അല്ലാഹു ബഹുമാനിച്ച മറ്റൊരു സ്ഥലമാണ് മഹാന്മാര് മറവെട്ട് കിടക്കുന്ന ഇടങ്ങള്, മഹാന്മാര് മറവെട്ട് കിടക്കുന്ന ജാറങ്ങള്. അതല്ലേ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറവെട്ട് കിടക്കുന്ന പരിശുദ്ധമായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്. ഹബീബായ തങ്ങൾ വഫാത്താകുമ്പോൾ ആ ഹബീബായ തങ്ങളെ മറവ് ചെയ്യുന്നത് നബിമാരെവിടെയാണോ മറവെട്ടത് അവിടെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് ഹബീബായ തങ്ങൾ മരണപ്പെടുമ്പോൾ അവിടെ വെച്ച് തന്നെ റസൂലുള്ളയെ മറവ് ചെയ്യുകയാണ്. പക്ഷേ ആ റസൂലുള്ള മറവെട്ട് കിടക്കുന്ന സ്ഥലത്തിന് പുണ്യമുണ്ട്, ആ റസൂലുള്ള മറവാടപ്പെട്ട ഇടത്തിന് പരിശുദ്ധിയുണ്ട്. അതുകൊണ്ടല്ലേ മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗാസന്നമായ മരണത്തിലാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗത്തിൽ കിടക്കുമ്പോൾ, മരണാസന്നനായി രോഗത്തിൽ കിടക്കുമ്പോൾ മഹാന്മാരായ സ്വഹാബിമാർ ഉൾക്കൊള്ളുന്ന സഹപ്രവർത്തകന്മാരെ വിളിച്ച് അവിടുത്തെ വസിയത്ത് നൽകുകയാണ്. അവിടുന്ന് പറയുന്നു, എന്റെ കൂട്ടുകാരെ, ഞാൻ ഈ ലോകത്തിന് ഇന്ന് വിട പറഞ്ഞു പോയാൽ, ഞാൻ മരണപ്പെട്ടു പോയാൽ എന്നെ നിങ്ങൾ മറവ് ചെയ്യേണ്ടത് ജന്നത്തുൽ ബഖീലല്ല. ഞാൻ മരണപ്പെട്ടാൽ എന്നെ നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറവിട്ട് കിടക്കുന്ന ചാരത്തെന്നെ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് ആ ഹബീബിന്റെ അരികിൽ എന്നെ മറവ് ചെയ്യണം. പക്ഷേ അതൊരു അദബ് കേടാകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്റെ ജനാസ കൊണ്ടുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ആ ഹബീബായ തങ്ങളോട് നിങ്ങൾ ചോദിക്കണം, ഈ മനുഷ്യന്റെ, ഈ കൂട്ടുകാരന്റെ ജനാസ അവിടെ മറവ് ചെയ്യാനുള്ള പെർമിഷൻ തേടണം. അങ്ങനെ നിങ്ങൾ ആ റസൂലുള്ളയോട് വഫാത്തിന്റെ ശേഷം ഈ ഒരു പെർമിഷന് വേണ്ടി നിങ്ങൾ ചോദിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സമ്മതമുണ്ടെങ്കിൽ പൂട്ടപ്പെട്ട റൗളയുടെ കവാടം സ്വമേധയാ തുറക്കപ്പെടുന്നതാണ്. ആ സമയത്ത് തന്നെ നിങ്ങൾ അകത്തുകയറ്റി അവിടെ മറവ് ചെയ്യേണ്ടതാണ്. എന്തേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആഗ്രഹിച്ചത്? ഹബീബായ തങ്ങൾ മറവിട്ട് കിടക്കുന്ന ഇടം പുണ്യമാണ്, ഹബീബായ തങ്ങൾ മറവിട്ട് കിടക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ആ പരിശുദ്ധമായ സ്ഥലത്തു റഹ്മത്തുണ്ട്, ബറക്കത്തുണ്ട്. അവിടെ മറവിട്ട് കിടക്കണമെന്ന് സിദ്ദീഖ് തങ്ങൾ ആഗ്രഹിച്ചതാണ്. എന്നെ കൊണ്ടുപോയി ആ ചാരത്ത് വെച്ച് ഹബീബായ തങ്ങളോട് നിങ്ങൾ സമ്മതം തേടി റൗളന്റെ കവാടം സ്വമേധയാ തുറക്കപ്പെട്ടാൽ മാത്രം അകത്ത് കയറ്റണം, അല്ലെങ്കിൽ അത് അദബ് കേടായി പോകും. ഇനി അങ്ങനെ തുറക്കപ്പെട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതിയില്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്നെ ജന്നത്തുൽ ബഖീലേക്ക് കൊണ്ടുപോകണം. അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താവുകയാണ്. മഹാനവറുകളുടെ ജനാസയുമായി സ്വഹാബത്ത് റൗളയുടെ മുമ്പിലെത്തുകയാണ്. അബൂബക്കറും ഫിൽ ബാബ്. അല്ലയോ ഹബീബായ തങ്ങളെ, മഹാനായ അബൂബക്കർ തങ്ങളുടെ ശരീരം അങ്ങയുടെ മുമ്പിലുണ്ട്. ആ സിദ്ദീഖ് തങ്ങളുടെ ജനാസ അങ്ങയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു നബിയേ. മഹാനായ ഇമാം റാസി അടക്കമുള്ള പ്രഗൽഭരായ ഇമാമുമാർ ഇത് ഉദ്ധരിക്കുകയാണ്. സഹോദരന്മാരെ, അവസാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ പൂട്ടപ്പെട്ട റൗളയുടെ കവാടം സ്വമേധയാ തുറക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് അശരീരി വരികയാണ്. അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ്, എന്റെ കൂട്ടുകാരനെ എന്റെ അരികിലേക്ക് ചേർത്തി വെക്കണേ സ്വഹാബ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാഗത്തു നിന്ന് അനുമതി കിട്ടുകയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ മറവ് ചെയ്യുകയാണ്. എന്തുകൊണ്ട്?
മഹാന്മാര് മറവട്ട് കിടക്കുന്ന സ്ഥലം സാധാരണക്കാര് മറവട്ട് കിടക്കുന്ന പോലെയല്ല. അവിടെ റഹ്മത്തിന്റെ ഇടമാണ്, അവിടെ പരിശുദ്ധമായ സ്ഥലമാണ്. ഇനിയോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുമ്പോ സുഹൃത്തുക്കളെ ഹബീബായ തങ്ങളെ മറവ് ചെയ്ത ഇടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഇനി ഒരാളെ മറവ് ചെയ്യാനുള്ള സ്ഥലമാണ് ബാക്കിയുള്ളത്. ആ സ്ഥലം ആയിഷ ഉമർ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി കരുതി വെച്ചതാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റുകൊണ്ട് മിഹ്റാബിൽ വീഴുമ്പോൾ, അവിടത്തേക്ക് ബോധരഹിതരായി വീണു പോകുമ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് ബോധം തിരിച്ചു വന്ന ഉടനെ അതാ അവിടുന്ന് മകനോട് ചോദിക്കുന്നുണ്ട്. എന്താണ് മഹാനവറുകൾ പറയുന്നത്? നീ ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക് പോകണോ? അവിടെ ഒരാളെ മറവ് ചെയ്യാൻ 6 അടി മണ്ണ് ബാക്കിയുണ്ട്. ആ 6 അടി മണ്ണ് ആയിഷ ഉമ്മക്ക് വേണ്ടി കരുതി വെച്ചതാവാം. ഈ പാവപ്പെട്ട ഉമറിന് ആ മണ്ണ് ചോദിച്ച് അനുമതിയാക്കുമോ? ആയിഷ ഉമ്മയോട് ചോദിച്ച് ആ സ്ഥലം എനിക്ക് സമ്മതമാക്കണേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണാസന്നരായി കുത്തേറ്റ് രക്തം വാർന്നു കിടക്കുമ്പോ അവസാന ആഗ്രഹമായി അവിടുന്ന് ആഗ്രഹിച്ചത് ഹബീബായ തങ്ങളുടെ ചാരത്ത് പരിശുദ്ധമായ മണ്ണിലെ 6 അടി മണ്ണാണ്. മഹാന്മാര് മറവിട്ട് കിടക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ എളുപ്പമാണ്. അതല്ലേ മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ലാഹ്. മഹാനവറുകളെ പോലെ ഫിഖ് തിരിഞ്ഞവർ ആരാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്? അവിടത്തെ പോലെ ഖുർആനും ഹദീസും തിരിഞ്ഞവർ ആരാണ്? മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്തു അജി ഇലാ ഖബരി അബി ഹനീഫത വ അതബറകു ബിഹി. എനിക്കൊരു വിഷമം വന്നാൽ, എനിക്കൊരു പ്രയാസം വന്നാൽ ഞാൻ നേരെ ഗുരുവര്യരായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തേക്ക് ഓടുകയാണ്, അവിടുത്തെ ജാറത്തിങ്കലേക്ക് ഓടുകയാണ്. എന്നിട്ട് അവിടത്തെ കൊണ്ട് ഞാൻ ബറക്കത്തെടുക്കുകയാണ്. ആ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ജാറത്തിന്റെ ചാരത്തു ചെന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ എന്റെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കപ്പെട്ടിട്ടല്ലാതെ, എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിച്ചിട്ടല്ലാതെ ആ ജാറത്തിൽ നിന്ന് ഞാൻ തിരിച്ചു പോന്നിട്ടില്ല. മഹാനായ സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു സമുദായത്തെ പഠിപ്പിക്കുകയാണ്, അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ് ഈമാൻ. അതുകൊണ്ട് തന്നെ ഇബ്ലീസ് പോലും അതിൽ ഒരു ശിർക്കുണ്ടെന്ന് വാദിച്ചിട്ടില്ല. സംഗതി അവിടെ തൗഹീദ്, അവിടെ സുജൂദ് ചെയ്യലാണ് എന്ന് ഇബ്ലീസിനും അറിയാം. പിന്നെ ഇബ്ലീസ് നന്നാകാൻ തീരുമാനിച്ചൊരു സമയമുണ്ട്. അത് കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഒരു മനുഷ്യന്റെ കോലത്തിൽ ഇബ്ലീസ് മൂസാ നബിയുടെ അടുത്ത്, മൂസാ നബി എനിക്ക് തൗബണ്ടോ എന്ന് ചോദിച്ചു ചെല്ലുകയാണ്. അള്ളാഹു വഹിയിറക്കുകയാണ്, വന്ന ആള് മറ്റവനാണ്, വന്നത് ഇബ്ലീസാണ്. ആൾക്ക് ഫിത്നയാണല്ലോ എവിടെയും ഉദ്ദേശം. അപ്പൊ എനിക്ക് തൗബയുണ്ടോ എന്നും ചോദിച്ച് മനുഷ്യകോലത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇബ്ലീസിനോട് അന്ന് മൂസാ നബി പറഞ്ഞു കൊടുത്തൊരു മാർഗാണ്, എന്ത്, നീ ആദം നബിന്റെ ജാറത്തിങ്ങ പോയിട്ടൊരു സുജൂദ് ചെയ്തിട്ട് വാവോ, അപ്പൊ നമുക്ക് തൗബയെ കുറിച്ച് ആലോചിക്കാം. അന്ന് ഉടുമുണ്ട് പൊക്കി പോയതാണ് ഇബ്ലീസ്. ഇന്ന് വരെ ആ ജാറത്തിലെത്താത്തത് കൊണ്ട് ഇബ്ലീസിന് തൗബക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. സുഹൃത്തുക്കളെ, അവനവന്റെ അഹങ്കാരം അവനവനെ ധിക്കാരത്തിലേക്കും ഒരു വേള കുഫ്രിയത്തിലേക്കും കൊണ്ടുപോവുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ മാത്സര്യ ബുദ്ധിയോടെ മതത്തിൽ ഇടപെട്ടുകൊണ്ട് ആ എതിർപ്പുകൾ വരുമ്പോൾ കൂടുതൽ മാത്സര്യ ബുദ്ധിയോടെ കുഫ്രിയത്തിലേക്ക് കടന്നു പോകുന്ന പ്രവണതകൾ പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഇബ്ലീസ് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? അതിൽ തൗഹീദിന് വിരുദ്ധമായതുണ്ടെന്നല്ല, മറിച്ച് ലോകത്താദ്യമായി ഇബ്ലീസ് ഒരു യുക്തിവാദം കൊണ്ടുവരികയാണ്. അല്ലാഹു ചോദിച്ചു, മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക, നിന്നോട് ഞാൻ സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നീ സുജൂദ് ചെയ്യാത്തത്? ആ സമയത്ത് ഇബ്ലീസ് പറയുകയാണ്, അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാർ വ ഖലഖതഹു മിൻ തീൻ, ഖലഖതനി മിൻ നാർ ഖലഖതഹു മിൻ തീൻ. ഞാൻ ആദമിന് സുജൂദ് ചെയ്യുക എന്നുള്ളത് സ്വീകാര്യമല്ല. ഞാൻ ആദമിന് സുജൂദ് ചെയ്യുക എന്നതൊരു ശരിയായ കാര്യമല്ലല്ലോ. കാരണം അന ഖൈറും മിൻഹു, ഞാനാണ് അവനെക്കാളും വലുത്, ഞാനാണ് അവനെക്കാളും ഉന്നതൻ. ഈ ഖൈറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില മനുഷ്യരുടെ മനസ്സിലുണ്ടാകുന്ന അഹങ്കാരമാണ് പലപ്പോഴും വിദഗത്തിലെത്തുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്ക്, ആലിമീങ്ങളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ ആ ആലിമീങ്ങളെ ബഹുമാനിക്കുന്നത് പൗരോഹിത്യമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന വിദഗത്തുകാർ നമ്മുടെ സമൂഹത്തിലുണ്ടായതിന്റെ കാരണം അന ഖൈറും മിൻഹു. നമ്മുടെ നാടുകളിൽ യഥാർത്ഥത്തിൽ വിദഗത്തുകാർ ഇസ്ലാമിലെ പല ആശയങ്ങളെയും വെട്ടിച്ചുരുക്കിയത് ആലിമീങ്ങൾക്ക് അതിലൂടെ ഒരു മഹത്വവും ബഹുമാനവും ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് കണ്ടിട്ടാണ്. ഒരു കൂട്ടമായ പ്രാർത്ഥന, നിസ്കാരത്തിന്റെ ശേഷം ഇമാം ഒന്ന് ദുആ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു സഭയിൽ ഒരു ഇമാം ഒരു ഫാത്തിഹ വിളിച്ച് ദുആ ചെയ്താൽ, ആ പ്രാർത്ഥനകളിലൂടെയൊക്കെ ഈ മുഅ്മിനീങ്ങളുടെ മനസ്സുകളിൽ ആലിമീങ്ങൾക്ക് കിട്ടുന്ന ഒരു ആദരവ് അത്രത്തോളം കിട്ടാത്ത മുറിവൈദ്യന്മാരായ അക്കാലത്തെ മൗലവിമാർ ഈ ആലിമീങ്ങൾക്ക് കിട്ടുന്ന ബഹുമാനത്തിലുണ്ടായ അതൃപ്തിയാണ് അന ഖൈറും മിൻഹു, അല്ലെങ്കിൽ ഞാനും അവനെ പോലെയല്ലേ, അല്ലെങ്കിൽ അവനെക്കാളും ഞാനല്ലേ ഖൈറായത് എന്ന അഹങ്കാരത്തിൽ നിന്നാണ് ലോകത്തെവിടെയും എന്ന പോലെ നമുക്കിടയിലും ബിദ്അത്തുകാരുണ്ടായത്. 1920-കൾക്ക് ശേഷം ഇസ്ലാമിലെ നല്ല നല്ല കുറെ ഖൈറാത്തുകളെ വെട്ടിച്ചുരുക്കിയത്, അതിനെ മുഴുവനും ബിദ്അത്തിന്റെ പട്ടികയിലേക്ക് തള്ളിക്കളഞ്ഞത് അതിന്റെ പേരിലാണ്.
അതുകൊണ്ടാണ് ഇപ്പൊ വഹാബി പ്രസ്ഥാനം പലതായി പിരിഞ്ഞപ്പോ അവർ പല ഹദീസുകളും ഗവേഷണത്തിന് വേണ്ടി മേശപ്പുറത്ത് വെച്ചപ്പോ പണ്ട് കാലങ്ങളിൽ നമ്മുടെ പൂർവികർ പലതും വിദഅത്തും ശിർക്കുമാക്കിയത് ഇങ്ങനെയുള്ള ചില അബദ്ധങ്ങളുടെ പേരിലാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇന്ന് പല മൗലവിമാരും തലമറക്കുന്നത്, ഇന്ന് പല മൗലവിമാരും തൊപ്പി ധരിക്കുന്നത്, ഇന്ന് പല മൗലവിമാരും തലയിൽ മുണ്ടിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ വെള്ള വസ്ത്രം ധരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ സഹോദരന്മാരെ, ഇതൊക്കെ എന്തിനായിരുന്നു പണ്ട് ഖുറാഫത്തായി ചിത്രീകരിച്ചത്? ഇതെന്തിനായിരുന്നു പണ്ട് മോശമാണെന്ന് വരുത്തി തീർത്തത്? ആ വെള്ള വസ്ത്രവും തലപ്പാവും ധരിച്ച ആലിമീങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ആദരവുകളിൽ ഉണ്ടായ അഹന്തയും അഹങ്കാരവുമാണ് ചിലരെ അവർ ധരിക്കുന്ന വേഷം തന്നെ നിസാരപ്പെടുത്തിയിട്ട് അതുവഴി ആലിമീങ്ങൾക്കുള്ള മഹത്വം ഇടിച്ചു താഴ്ത്തുക എന്ന നിലപാട്